കടമെടുപ്പ് പരിധി സംബന്ധിച്ച കേരളത്തിന്റെ പ്രധാന ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ട് സുപ്രീം കോടതി. വിഷയത്തിൽ ഭരണഘടനാ വ്യാഖ്യാനങ്ങൾ ഉള്ളതിനാൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നില്ലെന്നും വിഷയം ഭരണഘടനാ ബെഞ്ചിന് വിടുകയാണെന്നും ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, കെ.വി. വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. കോടതി നിർദ്ദേശമനുസരിച്ച് കടമെടുപ്പ് പരിധി 5000 കോടി രൂപ കൂടി നൽകാമെന്നും കേരളത്തിന് മാത്രമായി പ്രത്യേക പാക്കേജ് നൽകാനാകില്ലെന്നും വാദത്തിനിടെ കേന്ദ്രം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, നമുക്കറിയാം ഈ കേസ് പരിഗണിച്ചിട്ടുള്ളപ്പോഴൊക്കെ ജസ്റ്റിസ് പറഞ്ഞിട്ടുള്ളത് ഇതൊരു പ്രത്യേക വിഷയമാണ്, ഇതിൽ നമ്മൾ ആരും വിദഗ്ധരല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഭരണഘടനാ ബെഞ്ചിന് വിട്ട സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട് പരിഗണിച്ച ബെഞ്ച് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടതൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കിയപ്പോൾ തന്നെ വാദത്തിനിടയിൽ കേന്ദ്രം എന്തൊക്കെയാണ് കോടതിയെ ബോധിപ്പിച്ചത്? ലക്ഷ്മി, സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് കടമെടുക്കാനുള്ള പരിധി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ലക്ഷ്മി ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ കേസിന്റെ വാദം നടക്കവേ നിരവധി നിയമപ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരും ഒപ്പം കോടതിയും ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഓരോ സംസ്ഥാനത്തിനും എത്രത്തോളം കടമെടുക്കാൻ സാധിക്കും, അതിൽ കേന്ദ്രത്തിന്റെ നിയന്ത്രണം എത്രത്തോളമാണ് എന്നത് സംബന്ധിച്ചതൊരു ഭരണഘടനാ വ്യാഖ്യാനങ്ങളുള്ള വിഷയം തന്നെയാണ്. അതിന്മേൽ വാദം നടക്കവേ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പ്രാധാന്യവും ഒരേ നയവുമാണ് ഈ വിഷയത്തിൽ കേന്ദ്രം നൽകുന്നത്. കേരളത്തിന്റെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി ആ സർക്കാർ തന്നെ വരുത്തി വെച്ചിട്ടുള്ളതാണ്. തെറ്റായ സാമ്പത്തിക നയവും സാമ്പത്തിക വിനിമയവുമാണ് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അതിന് മറികടക്കാനുള്ള നയരൂപീകരണത്തിന് പകരം വീണ്ടും കടമെടുക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം തെറ്റാകും. അത്തരത്തിൽ അടുത്ത വർഷത്തേക്കുള്ള കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഇത്തവണ ഈ ഒരു സാമ്പത്തിക വർഷത്തിലേക്ക് വീണ്ടും പരിധി അനുവദിച്ചാൽ അടുത്ത വർഷം വീണ്ടും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. അതുകൊണ്ട് ഈ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള മാർഗങ്ങൾ സർക്കാർ തന്നെ തേടണം. നിലവിൽ കോടതി ഇടപെട്ട സാഹചര്യത്തിൽ 5000 കോടി രൂപ കൂടി കടമെടുപ്പ് പരിധി നൽകാം. അതല്ലാതെ മറ്റൊരു പ്രത്യേക പാക്കേജ് കേരളത്തിന് നൽകാനാകില്ല എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാർ കോടതിയിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയത്. എന്നാൽ അതിന് തയ്യാറാകാത്ത കേരള സർക്കാർ 10000 കോടി രൂപയെങ്കിലും മിനിമം കടമെടുപ്പ് പരിധി അനുവദിക്കണം എന്ന വാദത്തിൽ ഉറച്ചു നിന്നോടുകൂടിയാണ് ഒരു ഒത്തുതീർപ്പ് ധാരണയിലേക്ക് ഈ കേസ് എത്താതിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ഇടക്കാല ഉത്തരവ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ പുറപ്പെടുവിക്കാനാകില്ല എന്നുള്ളത് ജസ്റ്റിസുമാരായ സൂര്യകാന്തും കെ.വി. വിശ്വനാഥും അടങ്ങിയ ബെഞ്ച് ഇന്ന് വ്യക്തമാക്കുകയായിരുന്നു. വിഷയത്തിൽ ഭരണഘടനാ വ്യാഖ്യാനങ്ങൾ ഉള്ളതിനാൽ സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് ഇനി ഈ കേസ് പരിഗണിക്കും എന്നാണ് വ്യക്തമാക്കിയത്. ജിഷ്ണു, അത് തന്നെയാണ്. കാരണം ഒരു ഇടക്കാല ഉത്തരവ് എന്ന് പറയുമ്പോൾ 3 തവണ ഈ കേസ് സുപ്രീം കോടതി പരിഗണിച്ചപ്പോഴെല്ലാം കേന്ദ്രവും കേരളവുമായി ചർച്ച നടക്കട്ടെ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കേസിന്റെ മെറിറ്റ് അത്രമാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഈ ചർച്ചകളും പരാജയം കേരളത്തിന്റെ പിടിവാശി ഒന്നുകൊണ്ട് മാത്രമാണ്. ധനകാര്യ മിസ്മാനേജ്മെന്റ് ആണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സമ്മതിക്കാൻ തയ്യാറല്ല താനും. അത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തോട്ടൊരു വാർത്തയുണ്ടല്ലോ, ഈ ഒരു കേസ് വാദിക്കാൻ വേണ്ടി മാത്രം അഡ്വക്കേറ്റ് ജനറൽ അടക്കം സർക്കാർ അഭിഭാഷകർ ഉണ്ടെന്നിരിക്കെ കപിൽ സിബലിനെ പോലുള്ള മുന്തിയ അഭിഭാഷകനെ കൊണ്ടുവന്ന് ഏതാണ്ട് 2.35 കോടി രൂപ ഫീസായി ആവശ്യപ്പെട്ട കപിൽ സിബലിന് 75 ലക്ഷം കോടി ഇപ്പോൾ തന്നെ സംസ്ഥാനം നൽകിയ ഒരു സാഹചര്യമുണ്ട്. ലക്ഷ്മി, തീർച്ചയായും ഈ ഒരു വിഷയത്തിലൂടെയും കേസിലൂടെയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിയമ നടപടികൾക്ക് അല്ലെങ്കിൽ ഈ കോടതിയിലെ നിയമപരമായിട്ടുള്ള മുൻപോട്ട് പോക്കിനപ്പുറത്തേക്ക് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധികൾക്കെല്ലാം കാരണം കേന്ദ്ര സർക്കാർ ധനം അനുവദിക്കാത്തതോ അല്ലെങ്കിൽ ഫണ്ട് അനുവദിക്കാത്തതാണ് എന്ന തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു പ്രചാരണം വലിയ രീതിയിൽ സംസ്ഥാന സർക്കാരും ഒപ്പം സർക്കാർ നേതൃത്വം നൽകുന്ന CPM ഈ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത ഘട്ടത്തിൽ നടത്തുകയാണ്. എന്നാൽ ഈ കേസ് തന്നെ പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ കോടതിയിൽ ആവശ്യപ്പെടുന്നത് കേന്ദ്ര സർക്കാർ നൽകാനുള്ള ഏതെങ്കിലും ഫണ്ടല്ല, ഇനിയും കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അതിന് അഭിഭാഷകന് തന്നെ വലിയ തുക കൊടുത്തുകൊണ്ട് കോടതിയിൽ വാദം നടത്തുന്നു. ആ വാദത്തിന്റെ വേളയിലും സുപ്രീം കോടതി ശ്രമിച്ചിട്ടുള്ളത് ഇതൊരു ധാരണയിലേക്ക് എത്താനാണ്. കേന്ദ്ര സർക്കാരുമായി സംസാരിച്ചുകൊണ്ടൊരു ധാരണയിലേക്ക് എത്താൻ ആദ്യഘട്ടത്തിൽ തന്നെ കോടതി നിർദ്ദേശിക്കുകയും കേന്ദ്ര സർക്കാർ കോടതി നിർദ്ദേശിച്ചത് കൊണ്ട് മാത്രം 5000 കോടി രൂപ കൂടി കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാൻ തയ്യാറാണ്. അത് പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പാക്കേജ് കേരളത്തിന് അനുവദിക്കാനാകില്ല. കാരണം സംസ്ഥാന സർക്കാരിന്റെ മിസ്മാനേജ്മെന്റ് ആണ് ഇത്തരത്തിലൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളത്തെ തള്ളിവിട്ടിട്ടുള്ളത്. അതുകൊണ്ട് അത് മറികടക്കാനുള്ള പ്രത്യേക പദ്ധതികളും നയരൂപീകരണവും കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം. അതിനപ്പുറത്തേക്ക് ഒരു സംസ്ഥാനത്തിന് മാത്രം പ്രത്യേക പാക്കേജ് നൽകാനാകില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ആ ഒരു ധാരണയോട് ഒത്തുതീർപ്പാകാതെ മിനിമം 10000 കോടി രൂപയെങ്കിലും കടമെടുപ്പ് പരിധി അനുവദിക്കണം എന്ന വാദത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട്
കൊണ്ടാണ് ഈ കേസിൽ ഒരു ഇടക്കാല ഉത്തരവിലേക്കോ ധാരണയിലേക്കോ എത്താൻ സാധിക്കാത്തത്. കോടതി തന്നെ വ്യക്തമാക്കിയത് ഈ വിഷയത്തിലൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിനോട് പുറപ്പെടുവിക്കാൻ കോടതിക്ക് സാധ്യമല്ല. ഭരണഘടനാ വ്യാഖ്യാനങ്ങളുള്ള വിഷയമാണ്. അതുകൊണ്ട് ഒരു ഭരണഘടനാ ബെഞ്ച് ഈ വിഷയം ഇനി പരിഗണിക്കട്ടെ എന്നുള്ളതാണ് സുപ്രീം കോടതി നിയമപരമായി ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം. മറ്റൊരു കാര്യം കൂടി പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ലക്ഷ്മി ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഒരു കേസിന് വേണ്ടി മാത്രം വലിയൊരു തുക സംസ്ഥാന സർക്കാർ അഭിഭാഷകന് വേണ്ടി ചെലവാക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക നയരൂപീകരണമോ പാക്കേജോ നടത്താതെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ കേന്ദ്രം ഫണ്ട് അനുവദിക്കാത്തത് കൊണ്ടാണ് ഈ പ്രതിസന്ധി മുഴുവൻ, പെൻഷൻ പോലും നൽകാനാകാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നത് കേന്ദ്ര സർക്കാർ പണം നൽകാത്തത് കൊണ്ടാണ് എന്നൊരു തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണം വലിയ രീതിയിൽ അഴിച്ചുവിടുകയും അതിന് ഈ ഒരു കേസ് ആയുധമാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട ജിഷ്ണു. അതാണ് കാരണം, തിരഞ്ഞെടുപ്പ് കാലമാണ്. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ നൽകണം. മാത്രമല്ല ഈ ഉത്സവകാലമാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് കഴിഞ്ഞ മാസം ശമ്പളം എത്രയും താമസിച്ചൊരു ആദ്യമായിട്ടാണ് ഒരു പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം വന്നു. ഇനി അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കില്ല സംസ്ഥാനത്തിന് മുന്നിൽ എന്നുള്ളത് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? സുപ്രീം കോടതി കൂടി ഈ വിഷയം ഭരണഘടനാ ബെഞ്ചിന് വിട്ടതോടെ ലക്ഷ്മി, അത്തരം സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഈ സുപ്രീം കോടതിയിലെ കേസ് എത്രത്തോളം അനുകൂലമായി കേരളത്തിന് വിധിച്ചാൽ പോലും അത് മറികടക്കാനുള്ള ഒരു വഴി ഈ ഒരു വിഷയത്തിലൂടെ മാത്രം കേരള സർക്കാരിന് കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇതിലെ ഒരു വിചിത്രമായ വാദം എന്നുള്ളത് കഴിഞ്ഞ ചില സാമ്പത്തിക വർഷങ്ങളിൽ ഈ കടമെടുക്കാനുള്ള പരിധി പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ഉപയോഗിച്ചിരുന്നില്ല. അതുകൊണ്ട് ആ പരിധി നിലവിലെ സാമ്പത്തിക വർഷത്തിലേക്ക് അനുവദിക്കണം. അതല്ല, തൊട്ടടുത്ത ഇനി വരാനുള്ള സാമ്പത്തിക വർഷത്തിലെ കടമെടുപ്പ് പരിധി കൂടി ഇത്തവണ എടുക്കാൻ അനുവദിക്കണം തുടങ്ങിയ ബാലിശമായ ചില വാദങ്ങൾ കൂടി സംസ്ഥാന സർക്കാർ കോടതിക്ക് മുൻപിലേക്ക് വെച്ചിരുന്നു. നമുക്കറിയാം, ഓരോ സാമ്പത്തിക വർഷങ്ങളിലും അതത് സാമ്പത്തിക വർഷങ്ങളിലെ കണക്കുകൾ തീർത്തുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. അത്തരത്തിൽ കൃത്യമായ നയം രൂപീകരിച്ച് മുൻപോട്ട് പോയാൽ മാത്രമേ ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി മറികടക്കുന്നതിന് ഫലപ്രദമായ എന്ത് തീരുമാനങ്ങൾ എടുക്കാം, എന്ത് നടപടികൾ എടുക്കാം എന്ന് നോക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയും എന്നാൽ അതിനപ്പുറത്തേക്ക് ചില വഴിവിട്ട ചെലവുകൾ ദൂർത്ത് നിരവധി റിപ്പോർട്ടുകൾ ജനം ടി വി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അത് ഈ കേസിൽ അഭിഭാഷകനെ നിയോഗിച്ചതാണെങ്കിലും മറ്റ് വിവിധ വിഷയങ്ങളിൽ അനാവശ്യ ചെലവുകൾ ഒരു വശത്തുകൂടെ സർക്കാർ നടത്തുമ്പോഴും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള കാര്യക്ഷമമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളത് കേന്ദ്ര സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലത്തിലും ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ കൂടുതലായി ഒന്നും ചെയ്യാനില്ല. കേന്ദ്ര സർക്കാർ നൽകാനുള്ള ഫണ്ടുകൾ വളരെ കൃത്യമായി രേഖകൾ സമർപ്പിച്ചതിനനുസരിച്ച് കേരളത്തിന് നൽകുന്നുണ്ട്. ഓരോ സംസ്ഥാനത്തിനും നിശ്ചയിച്ചിട്ടുള്ള കടമെടുപ്പ് പരിധിയുണ്ട്. അതനുസരിച്ച് മാത്രമേ ഓരോ സംസ്ഥാനങ്ങൾക്കും പെരുമാറാൻ സാധിക്കൂ. എല്ലാ സംസ്ഥാനങ്ങളോടും ഒരേ നയമാണ് സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിനുള്ളത്. ഒരു സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി വന്നതുകൊണ്ട് മാത്രം ഒരു പ്രത്യേക പാക്കേജ് ഒരു സർക്കാരിന് നൽകാനാകില്ല എന്നും കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. നിക്ഷേപകരോടും വ്യവസായങ്ങളോടും മുഖം തിരിക്കുന്ന സമീപനം, ഒപ്പം തന്നെ അഴിമതിയും ധൂർത്തും, അതിൽ നിന്നൊക്കെ മുഖം രക്ഷിക്കാൻ വേണ്ടി കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന രാഷ്ട്രീയ ആരോപണം സുപ്രീം കോടതി കൂടി കൈവിട്ടതോടെ വല്ലാത്തൊരു പ്രതിസന്ധികളിലാണ് കേരളം അകപ്പെട്ടിരിക്കുന്നത്. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.